നമുക്ക് ഇവിടെ കേരളത്തിൽ നിന്ന് തുടക്കം തൊട്ട് തന്നെ ഒരുപാട് മോത്തി പറഞ്ഞ പോലെ കേരളത്തിൽ ഒരുപാട് പേര് ഇവിടെ വന്നിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ വന്നിരുന്നത്. അതിൽ മിക്കവാറും പേര് മടങ്ങിപ്പോയി കഴിഞ്ഞു. കാരണം നിർദ്ദേശം അതിനനുസരിച്ച് ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് പോയിരുന്നു. പക്ഷേ IRW ആ ടീം ഇപ്പോഴും തുടരുന്നുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട്? മടങ്ങിപ്പോകാനുള്ള നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ എത്രത്തോളം അവിടെ സാധ്യമാണ്? എങ്ങനെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പോൾ ഞങ്ങൾ 13 പേരാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് കരുതി പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചാണ്. പക്ഷേ വലിയ പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ നൽകുന്നത്. അപ്പോൾ നമുക്കിവിടുന്ന് പോകാൻ കഴിയാത്ത, മാനസികമായി നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിലും ഇവിടെ വലിയൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ സൈന്യം വളരെ നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ ഉപയോഗിച്ചുള്ള തെരച്ചിലും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. നേവിയും ആർമിയും ഒക്കെ SDRFും NDRFും ഒക്കെ വളരെ സജീവമായി അവർ രംഗത്തുണ്ട്. ഇന്നലെ നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും അവിടെ പോയിരുന്നു. നമുക്കത് നേരിട്ട് കണ്ടതാണ്. ഇങ്ങനെ ഒഴുകുന്ന ഒരു പുഴ, ഇത്രയും വലിയ തോതിലുള്ള ഒരു ഒഴുക്ക്, ഇത്ര കലങ്ങി മറിഞ്ഞുള്ള ഒരു ഒഴുക്ക്, ഇത് നമ്മൾ അധികം കണ്ടിട്ടില്ല. നമ്മുടെ അവിടെ പുഴയിൽ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്ര വ്യാപ്തി, ഇത്ര വലിയ പുഴ നമ്മൾ കാണാറില്ല, അല്ലേ? തീർച്ചയായിട്ടും പുഴ, നമ്മൾ ഇതിനേക്കാൾ വലിയ പുഴകൾ കേരളത്തിലുണ്ടെങ്കിലും ഈ ഒഴുക്ക് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ഒഴുക്കാണ്. സാധാരണഗതിയിലുള്ള രക്ഷാപ്രവർത്തകർക്കൊന്നും ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പലരും ഇത്തരം പുഴകളിലൊക്കെ മുങ്ങൽ വിദഗ്ധരൊക്കെ മുങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനൊന്നും സാധിക്കാത്ത തരത്തിൽ, ഒരിക്കലും അടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അടിയൊഴുക്കുള്ള വലിയ ഒരു അപകടകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേവി ഇന്നലെയൊക്കെ വളരെ ശ്രമം നടത്തിയിട്ടും അവർക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇന്ന് അതിനുള്ള പ്രത്യേക ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒഴുക്കിനെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു ആശ്വാസവും ഒരു സൂചനയാണ് നൽകുന്നത്. ഒരു നല്ല വാർത്തയുമായി നമുക്ക് കേരളത്തിലേക്ക് മടങ്ങാൻ കഴിയും. ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇത്രയും ആഴത്തിൽ കിടക്കുന്നു, 15 മീറ്റർ എന്ന് പറഞ്ഞാൽ 19 അടി താഴ്ചയിൽ കിടക്കുമ്പോൾ അത് വെള്ളം മാത്രമല്ല, മണ്ണും ചേറും മരങ്ങളും തടികളൊക്കെ ഉണ്ടാവില്ലേ? അതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഈ മണ്ണും ചെളിയും ഈ ഡബ്രീസ് കംപ്ലീറ്റ് അടിഞ്ഞ് വല്ലാത്തൊരു ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. സാധാരണഗതിയിൽ കരയിൽ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്താറുണ്ട്, വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം നടത്താറുണ്ട്. ഇത് കരയും വെള്ളവും അല്ലാത്ത രീതിയിൽ ചളി കുഴഞ്ഞ, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം എല്ലാം ഒന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു ദൂരം, അതും ഈ 15 മീറ്റർ എന്നത് നമ്മളെ സംബന്ധിച്ചോളം ഭീതിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. പക്ഷേ നമ്മുടെ സൈന്യം തീർച്ചയായിട്ടും അത് നേടിയെടുക്കുമെന്നുള്ള വലിയൊരു ആത്മവിശ്വാസമാണ് നമുക്ക് തോന്നുന്നത്.